സൺഡേ ആണ്. അപ്പൊ ഇന്നാണ് ഞങ്ങൾ ആ സ്ഥലത്ത് പോണ ദിവസം. ഞങ്ങൾ പറഞ്ഞില്ലേ പ്ലേ ബട്ടൺ കിട്ടിയോണ്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോകണമെന്ന്. നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. ബാക്കി അവിടെ വെച്ച് കാണാം. ഒരു വീക്കെൻഡ് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി ആഘോഷിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ തൊട്ടടുത്തുള്ള കുറെ ആൾക്കാരൊക്കെ അത്യാവശ്യം നിറയെ ആൾക്കാർ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ അവർ ഞങ്ങളുടെ പേരൊക്കെ രജിസ്റ്ററിൽ എഴുതി നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അടുത്ത പരിപാടിയിലോട്ട് കടക്കാനായിട്ട്. അപ്പൊ ഇത് കേരളത്തിലെ ഐലൻഡുകളിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വഞ്ചർ പാർക്കാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബിഗ് ആണ്. ഞങ്ങള് കണ്ടു ഏകദേശം. നിങ്ങൾ ഇനി കാണണം. എല്ലാ കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഫൺ എലമെന്റ്സ് വലിയവർക്കായാലും ഇവിടെ അഡ്വഞ്ചർ ആയതുകൊണ്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം ഞങ്ങളുടെ ഫാമിലി ഫുൾ ഉണ്ട്. അവരെല്ലാം പ്ലേ ബട്ടൺ കിട്ടിയാ പിന്നെ അവരെ നമ്മൾ സന്തോഷപ്പെടുത്തണമല്ലോ. വേണമെങ്കിൽ ഒരു നോക്കാം ഇവിടെ വായ്പത്തി അങ്ങോട്ട് പോകാം. ബാക്കി വിശേഷങ്ങൾ കാണാം. അകത്തൂടെ നടക്കാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റൂംസിലൊക്കെ പോയി സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് ബാക്കി പരിപാടി എടുക്കും. നല്ല ഒരു വിഷയ ആംബിയൻസ് അല്ലേ അടിപൊളി. നമുക്ക് നിങ്ങൾ റെയിൻ ഫോറസ്റ്റിനകത്ത് ഒരു കാട്, ഒരു ട്രീ ഹൗസ്. അകത്ത് പോവാ. ഞങ്ങൾ കൂട്ടിട്ട് ഞങ്ങൾ ഒന്നുകൂടെ കയറി. അപ്പൊ മിണ്ടൂലെന്ന്. അടിപൊളിയല്ലേ? അപ്പൊ നമ്മൾ റൂം അടിപൊളിയല്ലേ? ഇത് ഈ വ്യൂ നോക്ക്. നല്ല രസമുണ്ട്. അപ്പുറത്തെ വീട്ടുകാരൊന്നും കാണാൻ പറ്റൂല. നല്ല സുഖമുള്ള പരിപാടിയാണ്. തുടങ്ങിയാലോ? ഇന്ന് നോക്ക്, ഇവര് എപ്പോഴും സംസാരവും ചിരിയും കളിയും തന്നെ എവിടെ പോയാലും. സബ്സ്ക്രൈബേഴ്സിന്റെ പുറകിൽ ഞങ്ങളുടെ എഫേർട്ടാണ്. നമുക്ക് അടുത്ത കാറ്റഗറിയിലോട്ട് കിടക്കാം. അടുത്ത് കയറാൻ പോണ ഈ സാധനമാണ്. ഈ സാധനത്തിന്റെ പേര് ബങ്കി ട്രാംബോളിൻ. ഞാൻ ഫസ്റ്റ് കേൾക്കാം. സിംഹത്തിന്റെ അടുത്ത് ഞാന് ഇത് മൈക്ക് പിടിച്ചോ, ചെരുപ്പൊക്കെ ഊരട്ടെ. ഇനിയിപ്പോ ആനി ഇവിടെ പറക്കും. ആനി കാറ്റത്ത് പറക്കും, ബാക്കിയല്ല. റൈഡിന്റെ പേരാണ് വാൾ ക്ലൈംബിംഗ്. അതിനും ജിത്തുസാനോ അനന്തസാനോ ആരെങ്കിലും ഒക്കെ കയറും. ഇവർ മത്സരം.
എന്താണ് പറയാനുള്ളത്? എന്താണ് പറ്റിയതെന്ന് പറ. ജസ്റ്റ് ആദ്യം ഒന്ന് കാൽ സ്ലിപ്പായി, അതിനുശേഷം കേറാനുള്ള കോൺഫിഡൻസ് പോയി. ഇവിടെ ഒരു പ്രാവശ്യം വീണ്ടും നമ്മൾ തിരിച്ചെണീറ്റത് വീണ്ടും കയറണം. കാല് കിട്ടുന്നില്ല, ഇങ്ങനെ പൊങ്ങണ്ടേ കാല്? അതാണ് ഞാനും പാട് വിട്ടത്, മനസ്സിലായോ? ഞങ്ങൾ ഇവിടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. നീ കേറാ. വേണ്ട ധൈര്യമായിട്ട്. അടുത്ത കാല്. അടിയാറ് പൂക്കുറ്റി. ഇതിന്റെ പേരാണ് കമാൻഡോ നെറ്റ് അല്ലേ? കമാൻഡോ നെറ്റ്. ഇതിലെല്ലാരും കേറാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ബസ് കയറാം. അവര് നോക്കാം. വാ വാ. അപ്പൊ ഇതിന്റെ പേരാണ് ടയർ ക്ലൈംബിംഗ് അല്ലേ? ഇതാണ് അടുത്ത റൈഡ്. അപ്പൊ നിങ്ങൾ ആദ്യം പോയിക്കോട്ടെ. പെട്ടെന്ന് get ready, get ready. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ. ഇപ്പൊ കയറാൻ പോണത് റോപ്പ് സൈക്ലിംഗിലാണ്. ഇതിന്റെ പേര് സർക്കസിലൂടെയൊക്കെ പോണ പോലെ ജിത്തു ഇപ്പൊ പോകും. സംഭവം ഒന്നും എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞൂടാ. അവൻ എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനക്ക് പേടിയാകുത്. മറൈൻ വേൾഡിൽ പോയപ്പോ ഞങ്ങൾ എല്ലാരും കാലിട്ടു. അശ്നേച്ച് മാത്രം. ഞാൻ ഇറങ്ങി, പക്ഷെ ഞാൻ കാലിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു. ഇറങ്ങി പക്ഷെ കാലിട്ടില്ല. പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ പിന്നെ എങ്ങനെയാ തിരിച്ചിരുത്തിയിട്ടുണ്ട്. ഇനിയാണ് പക്ഷെ വമ്പ് സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനാണ് ഇപ്പൊ എല്ലാരും ഇരിക്കുന്നത്. വയറ് നിറച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അല്ലെ? ഗെയിം ഞാൻ പറഞ്ഞുതരാം. ഈ മാറ്റ് ഉണ്ടോ? അപ്പോൾ അയാളെ പിടിച്ച് തള്ളി ഈ മാറ്റിൽ നിന്ന് രണ്ട് കാലും പുറത്ത് പോയാൽ ഔട്ടാണ്. മൊത്തം 3 റൗണ്ടാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടെ പോയിന്റ് എടുക്കുന്ന ആൾ.
അതേപോലെ തന്നെ ഇയാളെ പിടിച്ച് തള്ളി ഷോൾഡർ വന്ന് ഈ മാറ്റ് ടച്ച് ചെയ്താലും ഔട്ടാണ്. ഇടിയില്ല, തള്ളൽ മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്കും ഓരോ സോഡ. ഓക്കെ, കോർണർ തിരിഞ്ഞ് അപ്പർ സൈഡ് പോകും. 3 സ്റ്റാർട്ട്. അത് കൊണ്ട് രണ്ടെണ്ണത്തിനും തള്ളിയിട്. ഇങ്ങനെ ഷോൾഡർ തട്ടിപ്പിക്ക്. ഇപ്പൊ ആരാണ് ഔട്ടായേ? സ്റ്റാർട്ട്. ഈ സ്ഥലം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ്. 1 കിലോമീറ്റർ പോലും ഇല്ല. നല്ല അടുത്താണ്. നിങ്ങൾ ഇവിടെ വന്നാലും ഞങ്ങളുടെ വീട്ടിൽ വരാം. ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാൻ പറ്റും. ചോദിച്ചാൽ മതി. ചട്ടമ്പീസിന്റെ വീട് എവിടെയാണ്? അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരന്റെ സാധനമാണ്. അപ്പൊ ചേട്ടാ നല്ല രസമാണ്. വെറൈറ്റി സാധനമാണ്. ഇത് എങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ളത്? ആക്ച്വലി ഞാൻ പണ്ട് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു. IT കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം നമ്മൾ പല ഔട്ടിങ്ങിനും അവിടെ പോകാറുണ്ട്. പല ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ പലയിടത്തും പോകാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു റിസോർട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഫണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ കേരളത്തിൽ വരുമ്പോൾ കിട്ടാറില്ല. അപ്പം ഇങ്ങനെ ഒരു തോട്ടാണ് അങ്ങനെ ഉണ്ടായത്. നമ്മൾ ITയിൽ നിന്നൊക്കെ ഔട്ടിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. കമ്പനീസിൻ്റെ ഔട്ടിങ് പോകും, ഫ്രണ്ട്സിൻ്റെ ഔട്ടിങ് പോകും. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവിടെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അത് കുറേയൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഈവൻ അതെല്ലാം അവിടെ ഇല്ലാത്ത ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ട് ഒരു പുതിയൊരു കോൺസെപ്റ്റ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും നല്ല രസമുണ്ട്. എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും എൻജോയ് നാട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വഴി ആരെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി കണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് അതിൽ പറഞ്ഞിരുന്നാൽ മതി. എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ എല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കോഡ് വെച്ച് വന്നാണോ സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടും. പെട്ടെന്ന് ബാഗ് ബാക്കി വന്നോ. ക്രിസ്മസിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റും. ഞങ്ങൾ പോയി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് 1 2 3 സ്റ്റാർട്ട്. അല്ല മറ്റിയാ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ രണ്ടുപേരും 1 2 3 സ്റ്റാർട്ട്. ഒരു സോഡ എടുത്തോ. റെഡി 1 2 3 സ്റ്റാർട്ട്. അവൻ ഞങ്ങൾ തീർത്തേച്ച്. അടുത്ത് പോകുന്നത് അപ്പുറത്ത് അങ്ങനെ പോയി അവസാനം ഇവിടെ വന്ന് എത്തും. അപ്പൊ ഞാൻ അഭിന് പോയി, അടുത്ത് ഞാൻ പോകുന്നേ. ദേവമേ
വരുന്നവരെ ലെവല് കൂടുതലാണ്. ഇവിടെ ഭയങ്കര ആട്ടമാണ്. വേറെ സൈൻ എന്താ അറിയാം, വന്ന് വിടത്തില്ലടാ. ആടുന്നുണ്ട് ഓരോ ആടുന്നവർ. അങ്ങനെ എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് ഞാനാണ് ഫസ്റ്റ്.